അപ്പോൾ നമ്മുടെ മുട്ട അവിയലിന് നമുക്ക് ഇച്ചിരി കടുക് പിന്നെ നമുക്ക് ഒരു ശകലം ഉള്ളി ഇട്ടിട്ട് നമുക്ക് മുട്ട അവിയലിൻ്റെ അതൊന്ന് നമുക്ക് അതിലോട്ട് ചേർക്കാം. നമ്മൾ മുട്ട അവിയലിന് ഇച്ചിരി കടുക് വറുത്തിട്ടിട്ടുണ്ട്. അപ്പം മുട്ടയിൽ അവിയൽ എല്ലാം റെഡിയായി. അപ്പം അരച്ച് വെക്കുന്നതിന് വിധമൊക്കെ അറിയാലോ. ഞാൻ എൻ്റെ വേറൊരു വീഡിയോ ഒക്കെ അകത്തുണ്ട്. അപ്പം അതിനകത്ത് വെച്ച് വീഡിയോ ഒത്തിരി വലുതായതുകൊണ്ട് അങ്ങ് നിന്നു. ഇനി നമുക്ക് നമുക്ക് ഇച്ചിരി കറി വെക്കാം. നമുക്ക് കറി വെക്കാൻ ഒരു ശകല വെളിച്ചെണ്ണ ഒഴിക്കും. മുട്ട അവിയലെല്ലാം അടച്ചു വെച്ചപ്പോൾ ഇപ്പം നമുക്ക് ഇത് നമ്മൾ തേങ്ങ അരച്ച് വെക്കാത്ത കറി. അപ്പം നമുക്കൊരു ശകല കുറച്ച് ഉലുവായി കടുക്, പിന്നെ നമുക്ക് ഈ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ഇതെല്ലാം കൂടെ നമ്മുടെ കറക്കിയ കടുക് വറക്കാം. ഇതെല്ലാം ഒന്ന് മൂപ്പിച്ച് ഒരു ശകലം ഉപ്പ്. അപ്പം നമ്മുടെ കറിക്കുള്ള എല്ലാം മൂത്തിട്ടുണ്ട്. ഉള്ളിയും വെളുത്തുള്ളി പച്ചമുളകൊക്കെ. അപ്പം നമുക്ക് അതിനകത്തോട്ട് നമ്മൾ ഇച്ചിരി മുളക് പൊടി ഇച്ചിരി മഞ്ഞൾപ്പൊടി കൂടെ കലക്കി വയ്ക്കും. ഇനി നിങ്ങൾ മോര് കറി വെച്ചവരുണ്ടോ? വല്ലൊരു മോര് കറി. ഇനി നമ്മുടെ മോരെടുത്ത് ഒഴിക്കും. അപ്പം എനിക്കങ്ങ് തുമ്മൽ. അപ്പം നമ്മൾ വീട്ടിൽ ഒഴിച്ചതാണേലും പുളിയുണ്ട്. അതുകൊണ്ട് ഒരു ശകല പഞ്ചസാര കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ മോര് കറിയെല്ലാം റെഡിയായി. അപ്പം നമ്മുടെ മോര് കറി എല്ലാം നല്ലോണം ചൂടായിട്ട്. അപ്പം തേങ്ങ ഇല്ലാത്ത മോര് കറിയായത്. സിമ്പിൾ മോര് കറി. ഇതൊന്ന് ചൂടായാൽ മതി. തവിയിട്ടിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അല്ലെ ഇത് നമ്മളിത് അങ്ങ് പിന്നെ ഇത് ചൂടായി തിളച്ച് പോയിട്ടുണ്ടെങ്കിൽ പിരിയും കൊള്ളത്തില്ല. അതിന് നമ്മളെ ചൂടാവാൻ വേണ്ടി എപ്പോഴും ഇങ്ങനെ തവിയിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കിയാൽ മതി. നമ്മുടെ സിമ്പിൾ മോര് കറി റെഡിയായി. അപ്പം ഞാൻ തീ അങ്ങ് ഓഫാക്കി. ഇനി നമ്മുടെ മോര് കറി എടുത്ത് ഈ പാത്രത്തിലോട്ട് നമുക്ക് ഒഴിക്കും. അല്ലെ ഈ ചീനിച്ചട്ടി തന്നെ ഇരുന്നാൽ ഇതങ്ങ് ചൂടായി. പിന്നെ നമ്മളെ ചോറ് നമ്മൾ വെച്ചിട്ടുണ്ട്. നമ്മുടെ ചോറെടുത്ത് അടുപ്പയിലോട്ട് വെച്ച് നിങ്ങളൊക്കെ ഇങ്ങനെ ചോറ് അരി വാർത്തിട്ട് വേവിക്കും. ഞാൻ എന്ത് ചെയ്യും, ഇങ്ങനെ ഒന്ന് ചൂടാക്കും. അല്ലേ നമ്മുടെ ആ ചോറ് വെള്ളം വിശു. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒന്ന് ചൂടാക്കി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഈ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.